കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥി രംഗത്ത് വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ അൻവർ സഹകരിച്ചാൽ എന്ത് വന്നാലും നിലമ്പൂരിൽ UDF ജയിച്ചിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നത് UDF ഉറപ്പായി നിലമ്പൂരിൽ ജയിച്ചിരിക്കും. ഞാൻ പറയുന്നത് പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കണം. അതിൽ അൻവർ ഉൾപ്പെടെ വേണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ അൻവർ തീരുമാനിക്കട്ടെ. ഒരു ഘട്ടം ഞാൻ പറയാം, UDFനോടൊപ്പം സഹകരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ UDF ചെയർമാനെതിരായിട്ടുള്ള പരാമർശം നിർത്തണം. ഇത് VD സതീശൻ എന്ന വ്യക്തിയല്ല, അത് UDF ചെയർമാനാണ്. ആ ചെയർമാനായിട്ടുള്ള UDFുമായിട്ടാണ് സഹകരിക്കേണ്ടതെങ്കിൽ ആ ചെയർമാനെതിരെ വിമർശനം ഉന്നയിച്ചാൽ പിന്നെ എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക? അതാണ് പറഞ്ഞത്. അൻവറിൻ്റെ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സംഭവിച്ച പാളിച്ചകൾ അദ്ദേഹം തിരുത്തി സഹകരിച്ചാൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ആർക്കും രാഷ്ട്രീയ പക്വത ഞാൻ ഉപദേശിക്കുന്നില്ല, കാരണം അതൊക്കെ ഓരോരുത്തരുടെ ശൈലിയാണ്. പക്ഷെ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്താൽ ശക്തമായിട്ടുള്ള ഈ നിലമ്പൂർ പോരാട്ടത്തിൽ അൻവർ കൂടെ ഒരുമിച്ച് നിന്നാൽ 35,000 വോട്ട് മിനിമം UDFന് ഭൂരിപക്ഷം കിട്ടും. അല്ലെങ്കിൽ അല്പം കുറഞ്ഞാൽ എന്തായാലും UDF ജയിച്ചിരിക്കും. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. UDF ജയിച്ചിരിക്കും, ആര്യാൻ ഷൗക്കത്ത് ജയിച്ചിരിക്കും. ഈ രണ്ട് കാര്യങ്ങളും ഒരു സംശയവും ഞങ്ങൾക്കില്ല. ഞാൻ ഒരാളെയും ഞാൻ നിസ്സാരനായി കാണുന്നില്ല. പക്ഷേ UDFന് അതിൻ്റെ ആയിട്ടുള്ള ചില ചട്ടവട്ടങ്ങളുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകാനും ഞങ്ങൾക്ക് കഴിയും. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത്. അവിടെ അൻവർ തിരുത്തേണ്ടതുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിലാണ്. അക്കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴുള്ള നിലപാട് മാറ്റണം എന്നുകൂടി കെ മുരളീധരൻ പറയുന്നുണ്ട്.